ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്ന സബ്ജക്ട് എടുക്കുന്ന വിഷയം ഡിഡ് ജീസസ് അപ്പിയർ ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്. എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എറൈസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു കാരണം എന്തായിരുന്നാലും ഉണ്ടായിരിക്കും. അത് ഫോർ ഷുവർ തന്നെയാണ്. കാരണം ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടാകണം ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുക എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമുക്ക് അതിന്റെ ഒരു ആധാരമായ ഒരു വാക്യത്തിലേക്ക് പോകാം. എന്തുകൊണ്ട് പഴയ നിയമത്തിൽ കർത്താവ് ഉണ്ട്, അല്ലെങ്കിൽ കർത്താവ് അപ്പിയർ ചെയ്തോ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിന് ഒരു ലീഡ് പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ദിസ് സബ്ജക്ട്സ് ലീഡ്സ് ടു വാട്ട് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ടോട്ട് ടു അസ്, ടു ദ പീപ്പിൾ. ഇവിടെ കാണാൻ സാധിക്കും, ഇത് മുന്നോട്ട് പോകുന്നത് ലീഡ് ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്തോ ഒന്ന് താൻ ഈ ലോകത്തിൽ വന്നപ്പോൾ തന്നെ, താൻ മനുഷ്യ അവതാരമായി എടുത്ത് താൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ അന്ന് മനുഷ്യരോട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് ഈ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 56 മുതൽ 58 വരെയുള്ള വാക്യം. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 56 to 58. അവിടെ ഇങ്ങനെ കാണുന്നു: യുവർ ഫാദർ Abraham rejoiced to see my day, and he saw it and was glad. 57. Then said the Jews unto him, thou art not yet 50 years old, and hast thou seen Abraham? 58. Jesus said unto them, verily, verily, I say unto you, before Abraham was, I am. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കുറെ കാര്യങ്ങൾ അനേകര് കർത്താവിനെ പല നിലകളിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിനെ പല നിലകളിൽ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. കൊടുക്കുവാനായിട്ട് പല ചോദ്യങ്ങളും ചോദിച്ച പല സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് വന്നപ്പോൾ പറയുകയാണ്, അബ്രഹാം, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്, അവൻ സന്തോഷിച്ചു, അവൻ വളരെയധികം അവൻ കണ്ടു, അവൻ സന്തോഷിച്ചു എന്ന് 56-ാമത്തെ വാക്യത്തിൽ കാണുന്നു. എന്നാൽ 57-ലേക്ക് വരുമ്പോൾ കാണുന്നു, then said Jews പറയാണ്. അപ്പൊ യഹൂദന്മാർ പറയുകയാണ്, thou art not yet 50 years old, നിനക്ക് 50 വയസ്സ് പോലും ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് നീ അബ്രഹാമിനെ കണ്ടു എന്ന് സമർത്ഥിക്കുവാനായിട്ട് സാധിക്കുക? അപ്പോൾ 58-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവ് യേശു ക്രിസ്തു അവരോട്, യഹൂദന്മാരോടുള്ള മറുപടിയായിട്ട് പറയുകയാണ്, then Jesus said unto them, verily, verily, I say unto you, before Abraham was, I am. വളരെ വ്യക്തമായിട്ട് കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്നാണ് അവിടെ കാണുന്നത്. നോട്ട് ഐ വാസ്, ഇൻസ്റ്റഡ് വിച്ച് വി ക്യാൻ സീ ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു അപ്പോഴും ഉണ്ട് എന്നാണ്, ഉണ്ടായിരുന്നു എന്നല്ല. അബ്രഹാം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ വരുമ്പോൾ കോമ ഇട്ടുകൊണ്ട് പറയണം ഐ ആം, ഞാൻ ഉണ്ട് എന്ന് തന്നെയാണ്. ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല, ഞാൻ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു ലീഡിങ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ ഒരു ക്ലൂ കാണുന്നുണ്ട്, ഒരു ക്ലൂ പോകുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലും കർത്താവ് ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്കുള്ള ഒരു വാതിൽ, ഒരു കീ ആയിട്ട് നമുക്ക് ഈ വാക്യത്തെ കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷം 8:40 ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതിനു മുമ്പ് ചോദിച്ച ഒരു ഭാഗത്ത് കർത്താവ് യേശുക്രിസ്തുവിന്റെ മറുപടിയാണ്, ബട്ട് നൗ ye seek to kill me, a man that hath told you the truth, which I have heard of God, this did not Abraham. നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ട് ഭാവിക്കുന്നു, നിങ്ങളോട് സത്യം പറയുന്ന ഒരു മനുഷ്യനെ, ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള സത്യങ്ങളെ അറിയിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുവാനായിട്ട് ഭാവിക്കുന്നു, എന്നാൽ അബ്രഹാം അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ വായിക്കുവാൻ സാധിക്കുമ്പോൾ ഈ സന്ദർഭത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നതാണ് ജോൺ ചാപ്റ്റർ 8:40. അപ്പോൾ ഹിയർ വി കുഡ് സീ എ ക്ലൂ ഇൻ റിലേഷൻ വിത്ത് ഒന്ന്, ഡിഡ് ജീസസ് അപ്പിയർ ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്? കർത്താവ് യേശു ക്രിസ്തു ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിൽ പ്രത്യക്ഷനായോ എന്നുള്ള ചോദ്യവും, രണ്ടാമതായി എവിടെ ജീസസ് ക്രൈസ്റ്റ് മൈറ്റ് ഹാവ് അപ്പിയർഡ്, എവിടെ കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ചോദ്യത്തിനും ഒരു ക്ലൂ ആയിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. ആകെ 12 സ്ലൈഡ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. അവിടെ ഇങ്ങനെ കാണുന്നത്, ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്
God revealed to Moses. കർത്താവായ ദൈവം വെളിപ്പെടുകയാണ് മോശയ്ക്ക് ദൈവം വെളിപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അത് എക്സോഡസ് ചാപ്റ്റർ 6 വേഴ്സ് 3 ആണ്. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ആൻഡ് ഐ അപ്പിയർഡ് അൺടു അബ്രഹാം, unto Isaac, and unto Jacob by the name of God Almighty, but by my name Jehovah was I not known to them. ഇവിടെ കാണുവാൻ സാധിക്കും അനവധി വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ദൈവം മോശയോട് പറഞ്ഞതാണ്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷനായി, ഐ അപ്പിയേർഡ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്താണ്, ബട്ട് ബൈ മൈ നെയിം ജഹോവ വാസ് ഐ നോട്ട് നോൺ ടു ദം. യഹോവ എന്ന പേരിൽ അവർക്ക് പ്രത്യക്ഷനായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്നും കൂടെ ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ജഹോവ എന്ന പേരിലല്ല അവർക്ക് പ്രത്യക്ഷനായതൊന്നും അവിടെ വ്യക്തമായിട്ട് ദൈവം മോശയോട് പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം റിവീൽ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് എക്സോഡസ് ചാപ്റ്റർ 6:3 നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇനി നമ്മൾക്ക് അപ്പോൾ എന്തായാലും ഇവർക്ക് 3 പേർക്കും ദൈവം പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3 പേർക്കും അത് സംഭവിച്ചിട്ടുണ്ട്. അതിന് തെളിവുകൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ആദ്യമായിട്ട് അബ്രഹാമിന്റെ വിഷയത്തിലേക്ക് നമ്മൾ ലാസ്റ്റിലേക്കാണ് വരുന്നത്. ആദ്യം ഐസക്കിന് എവിടെയാണ് ദൈവം അപ്പിയർ ആയത്, അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് എന്ന് നോക്കാം. അവിടെ കാണുന്ന ഇങ്ങനെയാണ്, ജെനസിസ് ചാപ്റ്റർ 26 വേഴ്സ് 1 and 2. 1ഉം 2ഉം. ജെനസിസ് 26:1-2. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 1-2 വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നത്, there was a famine in the land besides the first famine that was in the days of Abraham, and Isaac went unto Abimelech king of Philistines unto Gerar. സെക്കൻഡ് വാക്യം ഇങ്ങനെയാണ് പോകുന്നത്, and the Lord appeared unto him and said, go not down into Egypt, dwell in the land which I shall tell thee of. ഇവിടെ ദൈവം ഇവിടെ ഐസക്ക് വളരെയധികം ക്ഷാമം ഉണ്ടായ ഒരു സമയത്ത്, അബ്രഹാമിന്റെ കാലത്തിനൊക്കെ ശേഷം ഉണ്ടായ വലിയൊരു ക്ഷാമമായിരുന്നു, അല്ലെങ്കിൽ അത്രയും വലിയൊരു ക്ഷാമം ഉണ്ടായപ്പോൾ ഇസഹാക്ക് ഫിലിസ്തീനരുടെ അടുത്തേക്ക് ഭക്ഷണത്തിനോളം അവർക്ക് ഭക്ഷണം വേണ്ടിയിട്ട് കൂടെ ഇസഹാക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ പോകുന്ന വേളയിൽ ദൈവം അവന് പ്രത്യക്ഷനായി എന്നാണ് സെക്കൻഡ് വാക്യത്തിൽ കണ്ടത്. ഗോഡ് ആൻഡ് ദ ലോർഡ് അപ്പിയർഡ് അൺടു ഹിം ആൻഡ് സെഡ്, അവനോട് പറഞ്ഞു, ഗോ നോട്ട് ഡൗൺ ടു ഈജിപ്റ്റ്, ഇപ്പോൾ നീ ഈജിപ്തിലേക്ക് പോകണ്ട, അതിന് പകരം നീ നിന്റെ രാജ്യത്ത് താമസിക്കുക എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവം അവിടെ ഇസഹാക്കിന് അപ്പിയർ ചെയ്തതായിട്ട്, അല്ലെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മളിപ്പോൾ വായിച്ചു. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ജേക്കബിനോ ദൈവം എവിടെയാണ് അപ്പിയർ ചെയ്തത് എന്ന് നോക്കാം. ഗോഡ് അപ്പിയർ ടു ജേക്കബ്. അവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ വളരെ വേഗത്തിൽ വായിക്കാം. അത് ഏകദേശം 8 വാക്യങ്ങളോടുകൂടെ ജെനസിസ് ചാപ്റ്റർ 32 വേഴ്സ് 22 to 30. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, and he rose up the night and took him his 2 wives and his 2 women servants and his 11 sons and passed over the ford Jabbok. 33. And he took them and sent them over the brook and sent over that he had. 24. And Jacob was left alone, and there wrestled a man with him until the break of the day. 25. And when he saw that he prevailed not against him, he touched the hollow of his thigh, and the hollow of Jacob's thigh was out of joint as he wrestled with him. 26. And he said, let me go, for the day breaketh. And he said, I will not let thee go, except thou bless me. 27. And he said unto him, what is thy name? And he said, Jacob. And he said, thy name shall be called no more Jacob, but Israel. For as a prince hast thou power with God and with men, and hast prevailed. 29. And Jacob asked him and said, tell me, I pray thee, thy name. And he said, wherefore is it that thou dost ask after my name? And he blessed him there. 30. And Jacob called the name of the place Peniel, the face of God, for I have seen God face to face, and my life is preserved. ഇത് നമുക്ക് വളരെയധികം പരിചിതം ആയിരിക്കേണ്ട ആകാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ്.
ഇവിടെ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അതിന്റെ ഒരു വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഏശാവിനെ പേടിച്ച്, ജേക്കബിന്റെ ബ്രദറാണ് ഏശാവ്. സെക്കൻഡ് ഇസഹാക്കിന് 2 മക്കൾ, ഒന്ന് ഏശാവും ഒന്ന് ജേക്കബും. ജേക്കബിനെ ഏശാവിനെ പേടിച്ചുകൊണ്ട് ജേക്കബ് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് യാത്ര തിരിക്കുന്നതും അവിടെ 14 വർഷത്തിൽ മുകളിൽ അവിടെ അവിടെ പണിയെടുക്കുന്നതും അവിടെ തന്റെ ആടുകളെ, ആ ലാബാന്റെ അതായത് തന്റെ മാമന്റെ ആടുകളെ നോക്കുന്നതും, അങ്ങനെ 2 ഭാര്യയുമായി, അതാണ് വായിക്കുന്നത്. 2 ഭാര്യയുണ്ട് അവിടെ. ലാബാന് 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അവർ 2 ഭാര്യമാരുമായി ഈ ജേക്കബ് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നതും, അങ്ങനെ ഒരു രാത്രിയിൽ ആൻഡ് ഹി റോസ് അപ്പ് ദാറ്റ് നൈറ്റ്. എന്നിട്ട് 2 വൈഫിനെയും 2 വുമൺ സർവീസിനെയും, അങ്ങനെ 11 മക്കളെയും എന്ത് ചെയ്തു? ആൻഡ് പാസ്ഡ് ഓവർ ദ ഫോർഡ് ജബോക്ക്. ജബോക്ക് നദീതീരം അല്ലെങ്കിൽ നദീതീരം കടത്തി എന്ന് കാണാം. അതിൽ കൂടെ കടത്തി എന്ന് കാണുവാൻ സാധിക്കും. അതിനുശേഷം and he took them and sent them over the brook and sent over that he had. അപ്പോൾ അവരെ എല്ലാവരെയും ഒരു നദിയുടെ തീരം കടത്തിയതായിട്ട് വായിക്കുന്നുണ്ട്. ഈ ബ്രൂക്ക് നദി തീരം കടത്തി. അപ്പോൾ 24 വായിക്കാൻ, ജേക്കബ് വാസ് ലെഫ്റ്റ് എലോൺ. ഇവിടെ ജേക്കബ് ഒറ്റയ്ക്കായി എന്ന് കാണുവാൻ സാധിക്കും. എല്ലാവരെയും ആ രാത്രി തന്നെ തന്റെ വൈഫിനെയും മറ്റുള്ള തനിക്ക് ഒത്തിരി ആടുകൾ ഉണ്ടായിരുന്നു, മറ്റെല്ലാ സമ്പത്തിനെയും എല്ലാം അക്കരെ കടത്തിയതിനു ശേഷം ജേക്കബ് തന്നെയായി ആ നദിയുടെ ഇപ്പുറത്തെ കരയിൽ താൻ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അതാണ് 24 കാണുന്നത്. ജേക്കബ് വാസ് ലെഫ്റ്റ് അലോൺ ആൻഡ് there wrestled a man with him until the break of the day. അവിടെ ഒരു മനുഷ്യനെ ഈ വ്യക്തി ജേക്കബ് മല്ലു പിടിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നല്ലൊരു ഭാഗം കൂടിയാണിത്. നല്ലൊരു മെസ്സേജിനുള്ള വിഷയം കൂടി ഇതിനകത്തുണ്ട്. എങ്കിലും നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ റിസൾട്ട് എ മാൻ എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, തീർച്ചയായിട്ടും അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വായിക്കുമ്പോൾ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യനുമായിട്ട് ഈ ജേക്കബ് മല്ലു പിടിക്കുന്നു. അങ്ങനെ വളരെയധികം മല്ലു പിടിക്കുന്നു. അതിനുശേഷം ആ ഡേ കഴിയുന്നു, ഡേ ബ്രേക്ക് ആവുന്നു. ആൻഡ് ഹി സെഡ്, ഐ വിൽ നോട്ട് ലെറ്റ് ദീ ഗോ. ഞാൻ നിന്നെ വിടത്തില്ല, എക്സെപ്റ്റ് ദൗ ബ്ലെസ് മീ. എന്നെ നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് ജേക്കബ് ഈ വ്യക്തിയോട്, ഈ റെസിൽ ചെയ്ത ആ മനുഷ്യനോട് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രയും നേരം അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നതായിട്ട് വായിക്കുന്നില്ല. എന്നാൽ ജേക്കബ് എപ്പോഴാണോ ലെഫ്റ്റ് അലോൺ ആയി, അപ്പോഴാണ് ആ വ്യക്തിയുടെ ഒരു അപ്പിയറൻസ് അവിടെ കാണുന്നത്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 27 വരുമ്പോൾ, എന്താണ് നിന്റെ പേരെന്ന് ചോദിച്ചു. ആ വ്യക്തി ചോദിക്കുന്നുണ്ട്, റെസിൽ ചെയ്ത വ്യക്തി ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പേര്? എന്റെ പേര് ജേക്കബ് എന്ന് പറയുന്നു. തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ്? അപ്പം ദൈ നെയിം ഷാൽ ബി കോൾഡ്. നിന്റെ പേര് ഇനി ജേക്കബ് എന്നല്ല, ബട്ട് ഇസ്രായേൽ എന്ന് വിളിക്കും. അതിനുശേഷം ജേക്കബ് ചോദിക്കുന്നു, ടെൽ മീ ഐ പ്രേ ദീ ഇൻ ദൈ നെയിം. ബട്ട് അപ്പോൾ ദൈവം എന്നുള്ള ആ വ്യക്തി, മനുഷ്യൻ പറയുന്നുണ്ട്, wherefore is it that thou dost, നീ എന്തുകൊണ്ട് എന്റെ പേര് അന്വേഷിക്കുന്നു? അവിടെ ആൻഡ് ഹി ബ്ലസ്ഡ് ഹിം there, അവനെ അവിടെ ഒരാൾ അനുഗ്രഹിക്കുന്നു. ആ റെസിൽ ചെയ്ത വ്യക്തി ജേക്കബിനെ അവിടെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിയാണ് 30ാമത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഡ്, ഒരു വാക്യം എന്ന് പറയുന്നത് ജെനസിസ് 32:30. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, and Jacob called the name of the place Peniel, the face of God. ദൈവത്തിന്റെ മുഖം എന്നാണ് അവിടെ പെനിയേൽ എന്നുള്ള ഒരു വാക്കിന് അർത്ഥമായിട്ട് കാണുന്നത്. For I have seen God face to face. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു, എന്നിട്ടും ഞാൻ രക്ഷപ്പെട്ടു. മൈ ലൈഫ് ഈസ് പ്രിസർവ്ഡ്. അപ്പോൾ ദൈവത്തെ അവിടെ കണ്ടു. ദൈവത്തിന്റെ പ്രത്യക്ഷതയായിരുന്നു അവിടെ. അപ്പിയർ ചെയ്തത് ദൈവമാണ് ജേക്കബിനെന്ന് ആ റെസിൽ ചെയ്ത മനുഷ്യൻ അത് ദൈവമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതാണ്, ഞാൻ ദൈവത്തെ കണ്ടു എന്നിട്ടും ഞാൻ രക്ഷപ്പെട്ടു, എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാണ് പെനിയൽ എന്നുള്ള വേർഡ്, ഒരു വാക്ക്, ആ സ്ഥലത്തിന് ജേക്കബ് കൊടുക്കുന്നതായിട്ട് പിന്നീട് അവിടെ അതിനുശേഷം വായിക്കുന്നത്. അപ്പം ഇവിടെയും ജേക്കബിന് അവിടെ ദൈവം പ്രത്യക്ഷനായി. അതിനു മുമ്പ് ഐസക്കിന് ദൈവം പ്രത്യക്ഷനായി, ഇവിടെ ജേക്കബിന് ദൈവം പ്രത്യക്ഷനായെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തൂടെ വായിക്കുവാനായി സാധിക്കും. ഈ ഭാഗം നമ്മൾ വളരെയധികം ഇനി വായിക്കുവാണെങ്കിലും നല്ലതാണ്. വളരെയധികം നല്ല ചിന്തകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കണം. ഇനിയും എബ്രഹാമിന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ എങ്ങനെ കാണുന്നത്, ഗോഡ് അപ്പിയർഡ് ടു എബ്രഹാം ഇൻ ദ പ്ലെയിൻസ് ഓഫ് മമ്രെ. മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം എബ്രഹാമിന് പ്രത്യക്ഷനാകുന്നു. ഇതാണ്
അടുത്തതായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ജെനസിസ് ചാപ്റ്റർ 18:1 ഇങ്ങനെ കാണുന്നു. And the Lord appeared unto him in the plains of Mamre, and he sat in the tent door in the heat of the day. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ ഡീപ്പ് ഡിസ്കഷനിലേക്കല്ല, അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്കല്ല പോകുന്നത്. എന്നാൽ ഇവിടെ കാണാൻ സാധിക്കും, ദൈവം മമ്രയുടെ തോപ്പിൽ വെച്ച് എബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് കാണുവാനായി സാധിക്കും. ആൻഡ് ഹി സാറ്റ് ഇൻ ദ ടെന്റ് ഡോർ ഓഫ് ദ ഇൻ ദ ഹീറ്റ് ഓഫ് ദ ഡേ. അവന്റെ കൂടാര വാതിൽക്കൽ അവൻ അവിടെ ഇരിക്കുന്നു. വളരെ ചൂടുള്ള ഒരു സമയത്ത് ദൈവം അവിടെ മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. അനേക ചോദ്യങ്ങൾ അബ്രഹാം ചോദിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്കത് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരങ്ങളൊക്കെ ദൈവം അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ അതും വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മളത് വായിക്കുവാണെങ്കിൽ, കണ്ടിന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടതായിട്ടുള്ളത്. അബ്രഹാം മീറ്റ്സ് എ പേഴ്സൺ നെയ്മഡ് മെൽക്കിസെദേക്ക്. നമ്മുടെ ഇതിന്റെ ഹെഡിങ്ങിൽ ടൈറ്റിൽ കൊടുത്തിരുന്നു ഇടയ്ക്ക് ഒരു വേർഡ്, ഒരു പേര് അവിടെ കൊടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിച്ച് കാണാം. മെൽക്കിസെദേക്ക് എന്നുള്ള ഒരു പേര് ഇവിടെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയം. എബ്രഹാം മീറ്റ്സ് എ പേഴ്സൺ നെയ്മഡ് മെൽക്കിസെദേക്ക്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ മെൽക്കിസെദേക്ക് ആരാണെന്നും തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഇതിന്റെ കണ്ടിന്യൂസ് പോകുന്നതെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടെ കാണാൻ സാധിക്കും ജെനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 18 to 20. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആൻഡ് മെൽക്കിസെദേക്ക് king of Salem brought forth bread and wine, and he was the priest of the most high God. 19 ഇങ്ങനെ കാണുന്നു. And he blessed him and said, blessed be Abraham of the most high God, possessor of heaven and earth. 20 and blessed be the most high God, which hath delivered thine enemies into thy hand. And he gave him tithes of all. വളരെ നല്ലൊരു ഭാഗമാണ്. ഇവിടെ മെൽക്കിസെദേക്ക് എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ച് കാണുന്നുണ്ട്. മെൽക്കിസെദേക്ക് ആരാണ്? ഇവിടെ കാണുവാൻ സാധിക്കും മെൽക്കിസെദേക്ക് ആരാണ്? കിങ് ഓഫ് സേലം. കിങ് ഓഫ് സേലത്തിന്റെ, സേലം എന്ന ഒരു സ്ഥലമായിക്കൊള്ളട്ടെ, ഒരു പദമായിക്കൊള്ളട്ടെ, ആ ഒരു സ്ഥലത്തിന്റെയോ പദത്തിന്റെയോ രാജാവായിട്ട് കാണുന്നുണ്ട് മെൽക്കിസെദേക്കിനെ. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ബ്രോട്ട് ഫോർ ദ ബ്രെഡ് ആൻഡ് വൈൻ. ഇവിടെ ഈ സന്ദർഭം എന്ന് പറയുന്നത് അബ്രഹാം 5 രാജ്യത്തിന്റെ രാജാക്കന്മാരെ കൊന്നതിന് ശേഷം, നിഗ്രഹിച്ചതിന് ശേഷം തന്റെ ലേബേഴ്സും തന്റെ സെർവൻസും എല്ലാവരും കൂടെ തിരിച്ചു മടങ്ങി വരുന്ന വഴിയിൽ മെൽക്കിസെദേക്ക് എന്നുള്ള വ്യക്തി ഈ എബ്രഹാമിനെ എതിരേൽക്കുന്നതാണ് ഈ 18 മുതൽ 20 വരെയുള്ള ഭാഗത്ത് കാണുന്നത്. യുദ്ധം ജയിച്ച് കടന്നു വരുന്ന എബ്രഹാമിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തിയാണ് നമ്മളുടെ വഴിയിൽ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് മെൽക്കിസെദേക്ക്. മെൽക്കിസെദേക്ക് കിങ് ഓഫ് സേലം ആണ് കാണുന്നുണ്ട്. സേലം എന്ന് പറയുന്ന ഒരു രാജ്യമായിക്കൊള്ളട്ടെ, ഒരു സ്ഥലമായിക്കൊള്ളട്ടെ, നമ്മൾ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പദത്തിന്റെ ഒരു രാജാവായിട്ട് കാണുന്നു. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ബ്രോട്ട് ഫോർ ദ ബ്രെഡ് ആൻഡ് വൈൻ. അപ്പവും വീഞ്ഞും അബ്രഹാമിന് വഴിയിൽ വെച്ച് കൊടുക്കുന്നു, എതിരേറ്റുകൊണ്ട് കൊടുക്കുകയാണ്. ആൻഡ് ഹി വാസ് ദ പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഇത് ഒരേ വാക്യത്തിൽ തന്നെ ഒരു കാര്യം കൂടെ കാണുന്നുണ്ട്. ഹി വാസ് ദ പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. മഹോന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായും അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഒരു വാക്യത്തിൽ തന്നെ അവൻ കിങ് ഓഫ് സേലമാണ്. രണ്ടാമതായി ദ പ്രീസ്റ്റ് ഓഫ് മോസ്റ്റ് ഹൈ ഗോഡ്. അപ്പോൾ തന്നെ അവൻ പുരോഹിതനുമായിട്ട്, ദൈവത്തിന്റെ പുരോഹിതനുമായിട്ട് കാണുന്നുണ്ട്. ഇനി 19-ാം വാക്യം, and he blessed him and said, blessed be Abraham of the most high God, possessor of the heaven and earth. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിതാവായ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഹി ബ്ലസ്, മെൽക്കിസെദേക്കാണ് ഈ എബ്രഹാമിനെ ബ്ലസ് ചെയ്യുന്നത്. അങ്ങനെ അവൻ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അവിടെ മെൽക്കിസെദേക്ക് പറയുന്നു. ആൻഡ് ബ്ലസ്ഡ് ബി ദ മോസ്റ്റ് ഹൈ ഗോഡ് വിച്ച് ഹാത്ത് ഡെലിവേർഡ് thine enemies into my hand. അവിടെ അബ്രഹാം പറയുന്നു ബ്ലെസ്ഡ് ബി ദ മോസ്റ്റ് ഹൈ ഗോഡ്, അവൻ മഹത്വപ്പെടട്ടെ, ദൈവത്തിന്റെ ദൈവം, മഹോന്നതനായ ദൈവത്തിന്റെ നാമം ഉയരട്ടെ. അതിനുശേഷം പറയുന്നു എന്റെ എനിമീസിനെ, എന്റെ ശത്രുക്കളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് എന്ന് കാണുവാൻ സാധിക്കും. അതിനുശേഷം പറയുകയാണ് ആൻഡ് ഹി ഗേവ്, അതിനുശേഷം കാണുന്ന ഒരു ഭാഗമാണ് ആൻഡ് ഹി ഗേവ് ഹിം ടൈറ്റ്സ് ഓഫ് ഓൾ. എല്ലാത്തിന്റെയും ഒരു ദശാംശം കൊടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മെൽക്കിസെദേക്ക് എന്ന് പറയുന്നത് കിങ് ഓഫ് സേലമാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ കാണുന്നുണ്ട് പ്രീസ്റ്റ് ഓഫ് മോസ്റ്റ് ഹൈ ഗോഡ് ആണ്. ഈ വ്യക്തി എബ്രഹാം എന്ന വ്യക്തി എന്ത് ചെയ്തു? ഹി ഗേവ് ഹിം ടൈറ്റ്സ് ഓഫ് ഓൾ.
സകലത്തിന്റെയും ദശാംശം ഈ അബ്രഹാം എന്ന വ്യക്തി മൽക്കിസേദെക്കിന് കൊടുക്കുന്നതായിട്ടും വായിക്കുന്നുണ്ട്. ഇനിയും മെൽക്കിസേദെക്ക് എന്നുള്ള വ്യക്തി അല്ലെ ആ ഒരു വേർഡ് നമുക്ക് ഇനി കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഹിയർ വി ക്യാൻ സി 3 things to identify. അതിന് മുമ്പായിട്ട് 3 കാര്യങ്ങൾ മെൽക്കിസേദെക്കിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കാണുവാൻ സാധിക്കും. ഒന്ന്, ഹി ഈസ് എ കിങ് ഓഫ് സേലം. രണ്ടാമതായി, ഹി ഹാഡ് ബ്രെഡ് ആൻഡ് വൈൻ വിത്ത് എബ്രഹാം. 3, ഹി ഈസ് എ പ്രീസ്റ്റ് ഓഫ് ഗാഡ്. അവൻ സേലം എന്ന വാക്കിന്റെ രാജാവാണ്, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ രാജാവാണ്. അതിനുശേഷം പറയുന്ന അവൻ ഒരു കമ്മ്യൂണിയൻ, അവൻ ബ്രെഡ് ആൻഡ് വൈൻ അബ്രഹാമുമായിട്ട് ഒരു കമ്മ്യൂണിയൻ നടക്കുന്നുണ്ട്. അതിനുശേഷം ഹി ഈസ് എ പ്രീസ്റ്റ് ഓഫ് ഗോഡ്, അവൻ ദൈവത്തിന്റെ പുരോഹിതനായും കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹിയർ വൺ തിങ് വി നീഡ് ടു നോട്ടീസ് ദാറ്റ് എ പേഴ്സൺ ഹു വാസ് അപ്പോയിന്റഡ് ബൈ ഗോഡ് ആസ് എ പ്രീസ്റ്റ് ഡസൻറ്റ് അപ്പോയിന്റഡ് ബൈ ഗോഡ് ആസ് എ കിങ് അറ്റ് ദ സെയിം ടൈം ഓർ ലേറ്റർ ഓൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ഒരു വ്യക്തിയെ ദൈവം അപ്പോയിന്റ് ചെയ്താൽ, പ്രീസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്താൽ, ആ ഒരു വ്യക്തിയെ തന്നെ രാജാവായ ചരിത്രം പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. മറ്റൊരാളെയും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതായത് തിരിച്ചും, അതായത് ഒരു വ്യക്തിയെ ദൈവം രാജാവാക്കിയെങ്കിൽ ആ വ്യക്തിയെ തന്നെ പുരോഹിതനായിട്ട് ദൈവം നിയമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവം ആക്കിയിട്ടില്ല. മറ്റൊരു വ്യക്തിയെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബട്ട് ദർ ഇസ് എ പേഴ്സൺ ഹു വാസ് അപ്പോയിന്റഡ് ബൈ ഗോഡ് ആസ് എ കിങ് ആൻഡ് അറ്റ് ദ സെയിം the priest of God, which we could see in both Old Testament and in New Testament. ഇവിടെ കാണുമ്പോൾ ഇവിടെ ഒരു പേഴ്സൺ ആണ്, ദൈവം തന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു കിങ് ആയിട്ട്. അറ്റ് ദ സെയിം തന്നെ അവൻ ദൈവത്തിന്റെ പുരോഹിതനായിട്ടും അവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ ഒരേ സമയം പുരോഹിതനും രാജാവുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അബ്രഹാം മീറ്റ് ചെയ്തത് എന്ന് നമുക്ക് ഇവിടുന്ന് ആദ്യമായിട്ട് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ ആ വ്യക്തി ആരാണ്? ദാറ്റ് ഈസ് മെസ്സയ്യ, അവൻ മിശിഹ ആണ്. അങ്ങനെ വരുമ്പോൾ അത് മിശിഹ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരാളായിട്ട് നമ്മൾക്ക് ഈ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി നമുക്ക് മെസ്സഹ അല്ലെങ്കിൽ മിശിഹായെ മാത്രമേ നമ്മൾക്ക് രാജാവും പുരോഹിതനുമായിട്ട് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഓർഡർ ഓഫ് മെൽക്കിസേദെക്ക്, മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ മെൽക്കിസേദെക്ക് എന്നുള്ള ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു നെയിം വളരെ കുറച്ച് ഭാഗത്ത്, ഏകദേശം 4-5 സ്ഥലങ്ങളിൽ മാത്രമാണ് മെൽക്കിസേദെക്ക് എന്നുള്ള വേർഡ് ബൈബിളിൽ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അവിടെ സാംസ് 110:4, 110-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: The Lord hath sworn and will not repent. Thou art a priest forever after the order of Melchizedek. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് കർത്താവ് ദൈവം കർത്താവിന്റെ കർത്താവിനോട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്ന. അവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കും thou art a priest forever. അവൻ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായി കാണുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നത് അനുപതപിക്കുന്നില്ല എന്നുകൂടെ നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. 110-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അവിടെയും മെൽക്കിസേദെക്കിന്റെ ഓർഡർ പ്രകാരം കർത്താവിനെ തന്നെയാണ്, അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് അവിടെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്ന. അവിടെ ആഫ്റ്റർ ദ ഓർഡർ ഓഫ് മെൽക്കിസേദെക്കിന്റെ ആ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് കാണുവാൻ സാധിക്കും. ഫോർ എവർ എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് വായിക്കേണ്ടത്. പ്രീസ്റ്റ് ഫോർ എവർ. ഇനി എ പ്രീസ്റ്റ് അപ്പോൺ ഹിസ് ത്രോൺ. ഇനിയും മറ്റൊരു ഭാഗത്ത് സെഖര്യാവിന്റെ പുസ്തകം 6:13 വരുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്: ഈവൻ ഹി ഷാൽ ബിൽഡ് ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ് ആൻഡ് ഹി ഷാൽ ബെയർ ദ ഗ്ലോറി ആൻഡ് ഷാൽ സിറ്റ് ആൻഡ് റൂൾ അപ്പോൺ ഹിസ് ത്രോൺ and he shall be a priest upon his throne and the council of peace shall be between them both. ഇവിടെ സെഖര്യാവിന്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ദൈവം സെഖര്യാ പ്രവാചകനോട് ഒരു സ്ഥലത്തേക്ക് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്. അവിടെ നീ പറയേണ്ട കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് ദൈവം സെഖര്യാവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. അനവധി കാര്യങ്ങൾ ഇതിന് മുകളിലുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു ഭാഗമാണ് 13-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ, സെഖര്യാ 6:13 വന്നപ്പോൾ പറയുന്നത്, he shall build the temple of the Lord. അവൻ ദൈവത്തിന്റെ മന്ദിരം പണിയും. അവൻ കർത്താവിന്റെ മന്ദിരം പണിയും. അവൻ മഹത്വം തന്നിൽ വഹിക്കും. and shall sit and rule upon his throne. അവൻ, ത്രോൺ എന്ന് പറഞ്ഞാൽ
കിങ്ങിനെ തന്നെയാണ്, കിങ്ഡമിനെ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻഡ് ഷാൽ സിറ്റ്, അവൻ അവിടെ ഇരിക്കും, അവൻ അവിടെ ഭരിക്കും, അവന്റെ ത്രോണിൽ, അപ്പോൺ ഹിസ് ത്രോൺ. ആൻഡ് ഹി ഷാൽ ബി എ പ്രീസ്റ്റ് അപ്പോൺ ഹിസ് ത്രോൺ. ഇതാണ് ഇമ്പോർട്ടന്റ്. ആൻഡ് പ്രീസ്റ്റ്, അവൻ അവിടെ പുരോഹിതനും, അവന്റെ കിങ്ഡത്തിൽ അവൻ പുരോഹിതനുമായിരിക്കും. ആൻഡ് ഹി ഷാൽ ബി എ പ്രീസ്റ്റ് അപ്പോൺ ഹിസ് ത്രോൺ ആൻഡ് ദ കൗൺസിൽ ഓഫ് പീസ് ഷാൽ ബി ബിറ്റ്വീൻ ദം ബോത്ത്. അപ്പോൾ ഇവിടെയും കാണുവാൻ സാധിക്കും, ഹി ഷാൽ ബി എ പ്രീസ്റ്റ് അപ്പോൺ ഹിസ് ത്രോൺ, അവന്റെ കിങ്ഡത്തിൽ, അവന്റെ രാജ്യത്തിൽ അവൻ പുരോഹിതനുമായിരിക്കും എന്നും കൂടെ ഇവിടെ കാണുവാനാണ് സാധിക്കും. ഇതെല്ലാം ഒരു പ്രവചനമാണ്. ഇനി നമ്മൾക്ക് വളരെ അതിന്റെ ഒരു ഡീറ്റെയിൽ ഭാഗത്തേക്ക് നമുക്ക് ഇനി ഒന്നുകൂടെ നമുക്ക് പോകാം. നമ്മളിപ്പോ വായിച്ച ഭാഗത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരികയാണ്. മെൽക്കിസേദെക്ക് ദ കിങ് ഓഫ് സേലം. ഇവിടെ ജെനസിസ് 14:18 കാണുന്നത് ഇങ്ങനെയാണ്. വീണ്ടും നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നത്, മെൽക്കിസേദെക്ക് കിങ് ഓഫ് സേലം ബ്രോട്ട് ഫോർത്ത് ബ്രെഡ് ആൻഡ് വൈൻ ആൻഡ് ഹി വാസ് ദ പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഇവിടെ പലരും പറയും സേലം റിഫേഴ്സ് ടു ജെറുസലേം എന്ന, പക്ഷെ അങ്ങനെ ഒരു evidence, but there is no many say Salem refers to Jerusalem, but there is no such evidence in the word of God for the same. അതായത് സേലം ജെറുസലേമിനെയാണ് കാണിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്, പക്ഷെ അങ്ങനെ ഒരു വേർഡ്, അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ബൈബിളിൽ നിന്ന് കാണിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഇൻ ഹീബ്രു വേർഷനിൽ വി കുഡ് സീ ദാറ്റ് സേലം ഈക്വൽ ടു പീസ്. ഹീബ്രു വേർഷനിൽ ഇതിന്റെ ഇനി നമ്മൾ ബൈബിളിൽ തന്നെ ഇത് പീസ് ആണ് എന്ന് നമ്മൾ തെളിയിക്കുന്നുണ്ട്. അത് അടുത്ത ഭാഗത്ത് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഹീബ്രു വേർഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്നത് പീസ്, സമാധാനം എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും, വി ക്യാൻ റീഡ് ഇറ്റ് ആസ് കിങ് ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് നമുക്ക് ഒരു നിലയിൽ കിങ് ഓഫ് സേലത്തിനെ കിങ് ഓഫ് പീസ് എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും, സമാധാനത്തിന്റെ രാജാവ് എന്ന് വായിക്കുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ദ വേർഡ് ഓഫ് ഗോഡ്, ദർ ഇസ് ഓൺലി വൺ പേഴ്സൺ ആസ് എ കിങ് ഓഫ് പീസ്, ദാറ്റ് ഈസ് മെസ്സയ്യ. നമ്മൾ ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് യേശുക്രിസ്തുവാണ് സമാധാനത്തിന് പ്രഭുവായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുക. ഇനി യെശയ്യാ 9:6 അവിടെ ഇങ്ങനെ കാണുന്നത്, ഫോർ അൺടു us a child is born. അതിന്റെ ഒരു തെളിവാണ്. unto us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, the Mighty God, the Everlasting Father, the Prince of Peace. അതാണ് the Prince of Peace. അവൻ സമാധാന പ്രഭുവാണ്. നമ്മൾ ഇത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണ്. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, അവൻ ആധിപത്യം അവന്റെ തോളിലാണ് എന്ന് വായിക്കുന്നുണ്ട്. അതിനുശേഷം ഹിസ് നെയിം ഷാൽ ബി കോൾഡ്, അവൻ മൈറ്റി ഗോഡാണ്, അവൻ എവർലാസ്റ്റിംഗ്, അവൻ നിത്യ പിതാവാണ്, സമാധാന പ്രഭു, അതാണ് ദ പ്രിൻസ് ഓഫ് പീസ് എന്ന് വായിച്ചത്. അപ്പം അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. നമുക്ക് അത് കിങ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനും സാധിക്കും, പ്രിൻസ് ഓർ കിങ്, അതൊരു വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. എങ്കിലും പ്രിൻസ് ഓഫ് പീസ്, അത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പ്രവചനം എന്ന് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾക്ക് അതിന്റെ ഒരു ഡീറ്റെയിലേക്ക് നമുക്ക് ഇനിയും അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. എന്താണ് ജീസസ് ക്രൈസ്റ്റ് ദ ഫോർ റണ്ണർ ഫോർ അസ്? ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ഹീബ്രൂസ് 6:20 ഇങ്ങനെ കാണുന്നു, വിതർ ദ ഫോർ റണ്ണർ ഈസ് ഫോർ അസ് entered, even Jesus made a high priest forever after the order of Melchizedek. ഇവിടെയും കാണുവാൻ സാധിക്കും ആഫ്റ്റർ ദ ഓർഡർ ഓഫ് മെൽക്കിസെദേക്ക്. അതായത് അവൻ നമുക്കൊരു മുൻ ഓട്ടക്കാരനാണ്, മുൻഗാമിയാണ്, നമുക്കൊരു മുൻഗാമി അല്ലെങ്കിൽ മുന്നേ ഒരു ഓടാനായിട്ട് ഒരാൾ നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അവൻ ജീസസ് ക്രൈസ്റ്റ്. ജീസസ് മെയ്ഡ് എ ഹൈ പ്രീസ്റ്റ്, അവൻ മഹാപുരോഹിതനാണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം വന്നത് ഹൈ പ്രീസ്റ്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഇത് പ്രീസ്റ്റ് എന്നായിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് വരുമ്പോൾ ഹൈ പ്രീസ്റ്റ് ഫോർ എവർ, അവൻ എന്നേക്കും മഹാപുരോഹിതനായി നമ്മൾക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. എങ്ങനെ? മെൽക്കിസെദേക്കിന്റെ ക്രമപ്രകാരം. അതാണ് ആഫ്റ്റർ ദ ഓർഡർ ഓഫ് മെൽക്കിസെദേക്ക്. അപ്പോഴും മെൽക്കിസെദേക്കിന്റെ ക്രമപ്രകാരമാണ് ജീസസ് ക്രൈസ്റ്റ് ഇവിടെ വരുന്നത് എന്നും നമുക്ക് കാണുവാനായി സാധിക്കും. അപ്പോൾ ഇതാണ് ഫോർ റണ്ണർ, അതാണ് ജീസസ് ക്രൈസ്റ്റ് ഇസ് അവർ ഫോർ റണ്ണർ ഹു എൻറ്റേർഡ് ഫോർ us ദ ഹൈ പ്രീസ്റ്റ് ഫോർ എവർ. നമുക്ക് വേണ്ടി എന്നേക്കും ഒരു മഹാപുരോഹിതനായി നമ്മൾക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനെയാണ്. അതാണ് കർത്താവ് യേശുക്രിസ്തു എന്ന് ഇവിടെ കാണുവാനായിട്ട്, ആ വ്യക്തി കർത്താവ് യേശുക്രിസ്തു ആണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മെൽക്കിസെദേക്ക്, ദ മിസ്റ്ററി ഈസ് റിവീൽഡ്. ഇവിടെ കാണുന്നത് ആ ഒരു മിസ്റ്ററി, ആ ഒരു നിഗൂഢതയുണ്ട്. മെൽക്കിസെദേക്ക് എന്നുള്ള നിഗൂഢത ഇവിടെ റിവീൽഡ് ആവുകയാണ്. അതാണ് ഹീബ്രൂസ് ചാപ്റ്റർ 1
and 2. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഫോർ ദിസ് മെൽക്കിസദേക്ക്, ഈ മെൽക്കിസദേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോർ ദിസ് മെൽക്കിസദേക്ക്. ഇനി പറയുകയാണ് ആ വ്യക്തിയെ കുറിച്ച് വീണ്ടും പറയുന്നു, കിങ് ഓഫ് സേലം, priest of the most high God, who met Abraham returning from the slaughter of the kings and blessed him. ഇനി രണ്ടാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, to whom also Abraham gave a 10th part of all, first being by interpretation king of righteousness, and after that also king of Salem, which is king of peace. ഇവിടെ വായിക്കുന്ന ഭാഗം ഇതാണ്. മെൽക്കിസദേക്കിനെ കുറിച്ച് വളരെയധികം വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ മെൽക്കിസദേക്ക്, അപ്പൊ അവൻ ആരാണ്? സേലം എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ, നമ്മളിപ്പോ വായിച്ചു പീസ് എന്നാണ്, അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം പീസ് ആണ്, കിങ് ഓഫ് സേലം ആണ്. അതുപോലെ തന്നെ പ്രീസ്റ്റ് ഓഫ് മോസ്റ്റ് ഹൈ ഗോഡ്, ദൈവത്തിന്റെ പുരോഹിതനാണ്. ഹൂ മെറ്റ് എബ്രഹാം, അവൻ അബ്രഹാമിനെ മീറ്റ് ചെയ്തതായിട്ട് കാണുന്നു. എപ്പോഴാ? റിട്ടേണിങ് ഫ്രം ദ സ്ലോട്ടർ ഓഫ് ദ കിങ്, അതായത് അനേക രാജാക്കന്മാർ, 5 രാജാക്കന്മാരെ കൊന്നതിന് ശേഷം വരുന്ന വഴിക്ക് അബ്രഹാമിനെ മീറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ബ്ലസ്ഡ് ഹിം, ആര്? ഈ മെൽക്കിസദേക്ക് അബ്രഹാമിനെ ബ്ലസ് ചെയ്തിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ആൻഡ് ടു ഹും ഓൾസോ അബ്രഹാം എന്ത് കൊടുത്തു? 10-1, 10th part of all, that means tithes, 10th part of all, 10-1 ദൈവം അബ്രഹാം ദൈവത്തിന് കൊടുത്തതായിട്ട്, അല്ലെ ദൈവം എന്ത് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന മെൽക്കിസദേക്കിന് കൊടുത്തതായിട്ട് വായിക്കുന്നുണ്ട്. ഫസ്റ്റ് ബീങ് ബൈ ഇന്റർപ്രിട്ടേഷനിൽ കിങ് ഓഫ് റൈച്ചസ് എന്നുള്ളത് നമ്മൾ റൈച്ചസ്നെസ്, അതായത് മെൽക്കിസദേക്ക് എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ വായിക്കുന്നത് കിങ് ഓഫ് റൈച്ചസ്നെസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൾസോ കിങ് ഓഫ് സേലം, വിച്ച് ഈസ് കിങ് ഓഫ് പീസ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മെൽക്കിസദേക്ക് എന്നുള്ള ആ വേർഡിന്റെ അർത്ഥം, അല്ലെങ്കിൽ ആ വാക്ക് എന്ന് പറയുന്നത് കിങ് ഓഫ് റൈച്ചസ്നെസ് ആണ്, അതായത് നീതിയുടെ രാജാവ്. ഇപ്പൊ മെൽക്കിസദേക്കിന് ഒരു മറ്റൊരു നെയിം അല്ലെങ്കിൽ ഒരു മീനിങ് കിട്ടി, എന്താണ്? കിങ് ഓഫ് റൈച്ചസ്, അവൻ നീതിയുടെ രാജാവാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നീതിയുടെ രാജാവിനെയാണ് ആര് മീറ്റ് ചെയ്തത്? എബ്രഹാം എന്ന വ്യക്തി മീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കിങ് ഓഫ് സേലം കിങ് ഓഫ് പീസ്, അപ്പോൾ സമാധാനത്തിന്റെ രാജാവിനെയാണ് എബ്രഹാം എന്ന വ്യക്തി മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ നീതിയുടെ രാജാവിനെയും അതേസമയം തന്നെ അവൻ സമാധാനത്തിന്റെ രാജാവിനെയുമാണ് അവൻ മീറ്റ് ചെയ്തത്, എബ്രഹാം മീറ്റ് ചെയ്തത് എന്ന് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ മെൽക്കിസദേക്ക് എന്നുള്ള വ്യക്തി ഒരു പ്രാവശ്യമേ അങ്ങനെ ആ പേരിൽ നമ്മൾ വളരെ രണ്ട് പ്രാവശ്യമേ അവിടെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുള്ളൂ. ഒന്ന് ഈ ജനസിസിൽ 14-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴും പിന്നീട് 110-ാം സങ്കീർത്തനത്തിൽ മാത്രമേ മെൽക്കിസദേക്ക് എന്നുള്ള ആ വാക്ക് നമ്മൾ ആ വ്യക്തിനെ അവിടെ കാണുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു അപ്പിയറൻസ് മാത്രം, പിന്നീട് മെൽക്കിസദേക്കിനെ കുറിച്ച് ഒരു ഭാഗത്തും പഴയ നിയമത്തിൽ എങ്ങും തന്നെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കത്തില്ല. കാണുന്നത് 110-ാമത്തെ സങ്കീർത്തനം വരുമ്പോൾ മാത്രമാണ്. പിന്നീട് പുതിയ നിയമത്തിലാണ്, ഇപ്പോൾ എബ്രായ ലേഖനം 6-ന്റെ ലാസ്റ്റ് പാർട്ടും 7-ാമത്തെ അധ്യായത്തിലുമാണ് മെൽക്കിസദേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ മെൽക്കിസദേക്ക് എന്നുള്ള ആ വ്യക്തിയെ കുറിച്ച് കാണുന്നുള്ളൂ. അത് വളരെയധികം ഒരു പോയിന്റ് ആണ് ഇവിടെ കാണുന്നത്. ഹിയർ ദ വേർഡ് മെൽക്കിസദേക്ക് ഇസ് എ ഡിസ്ക്രിപ്ഷൻ, സോ എബ്രഹാം മീറ്റ് എ പേഴ്സൺ ഹു ഈസ് ദ കിങ് ഓഫ് റൈച്ചസ്. അപ്പം മെൽക്കിസദേക്ക് എന്നുള്ള ഒരു ഹെഡിങ് ആണ്, ഒരു തലക്കെട്ടായിട്ട് നമുക്ക് ചിന്തിക്കാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ അബ്രഹാം മീറ്റ് ചെയ്ത ആരെയാണ്? നീതിയുടെ രാജാവിനെയാണ് അബ്രഹാം മീറ്റ് ചെയ്തത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി മെൽക്കിസദേക്ക് ദ മിസ്റ്റർ ഇസ്രായേലി, ഇനി അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്കാണ് വരുന്നത്. നമ്മൾ ഒന്നുകൂടി ഞാൻ 1, 2, 3 ഒന്നിച്ച് വായിക്കുകയാണ്, അപ്പോൾ അതിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അതിങ്ങനെ പോകുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ഫോർ ദിസ് മെൽക്കിസദേക്ക്, ഹീബ്രൂസ് ചാപ്റ്റർ 7 verse 1 to 3. ഫോർ ദിസ് മെൽക്കിസദേക്ക്, king of Salem, priest of the most high God, who met Abraham returning from the slaughter of the kings and blessed him, to whom also Abraham gave a 10th part of all, first being by interpretation king of righteousness, and after that also king of Salem, which is king of peace. 3-ാം വാക്യം, without father, without mother, without descent, having neither beginning of days nor end of life, but made like unto the Son of God, abideth a priest continually. നോക്കുക, ഇത് ഒരു ഫുൾ ഒരു പാർട്ടായിട്ട് 1 to 3 എന്ന് പറയുന്ന ഒറ്റ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് നമ്മൾ വായിച്ചപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ കണ്ട അവൻ എങ്ങനെയാണ്? മെൽക്കിസദേക്ക് എങ്ങനെയാണ്? അവന് ഫാദർ ഇല്ല, അവന് പിതാവില്ല, അവന് മാതാവില്ല, അവന് പരമ്പരകളില്ല. അതിനുശേഷം അതാണ് ഡിസെന്റ് എന്ന് പറഞ്ഞത്. പിന്നീട് ഹാവിങ് നെയ്തർ ബിഗിനിങ് ഡേയ്സ് ഓർ നോർ എൻഡ് ഓഫ് ലൈഫ്, അവന് ജീവ ആരംഭവുമില്ല, ജീവിതത്തിന് അവസാനവുമില്ല.
വളരെ വ്യക്തമായിട്ട് അതിന്റെ പോയിന്റ് ടു പോയിന്റിലേക്കാണ് ഇവിടെ ഹോളി സ്പിരിറ്റ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ട് മെയ്ഡ് ലൈക്ക് അൺ ടു ദ സൺ ഓഫ് ഗാഡ്. അപ്പം അവൻ ദൈവത്തിന്റെ പുത്രനോട് തുല്യനായി കാണുന്നു. ഈ മൽക്കിസേദേക്കിനെ ഇവിടെ ദൈവത്തിന്റെ പുത്രനോട് തുല്യനായി അവിടെ കാണുന്നതായിട്ടാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. അങ്ങനെ എബൈഡ് ദ പ്രീസ്റ്റ് കണ്ടിന്യൂലി, അവൻ എന്നേക്കും ഒരു പുരോഹിതനായി വാഴുന്നു എന്നും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഈ മെൽക്കിസേദേക്കിനെ കുറിച്ച് ഇത്രയും ഒരു റിവീലിംഗ് നമുക്കിവിടെ ഈ ഹീബ്രൂസ് ചാപ്റ്റർ 7 1 to 3 അതിന്റെ ആ ഒരു മിസ്റ്ററി, ആ ഒരു നിഗൂഢത ശരിക്കും റിവീൽ ആകുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവപുത്രനോട് തുല്യനായിട്ടാണ് ഈ മെൽക്കിസേദേക്കിനെ ഹോളി സ്പിരിറ്റ് അവിടെ വ്യക്തമായിട്ട് ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നത്. അങ്ങനെ ഹിയർ വി സീ ദ വേർഡ് ലൈക്ക് അൺ ടു ദ സൺ ഓഫ് ഗാഡ്. ഇഫ് സോ മെൽക്കിസേദേക്ക് ഇസ് എ കോപ്പി ഓർ എ മോഡൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായത് മെൽക്കിസേദേക്ക് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനെ, അത് സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ ആ യേശുക്രിസ്തുവിനോട് തുല്യനായി, ഒരു മോഡലായി, ഒരു കോപ്പി ആയിട്ട് മെൽക്കിസേദേക്കിനെ കാണുവാൻ സാധിക്കുന്നു. എങ്കിൽ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിന് 2 പോയിന്റ് ആണ് കാണുന്നത്. ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ആസ് എ ഹ്യൂമൻ ത്രൂ മേരി. അതായത് മറിയയിൽ കൂടെ കർത്താവ് യേശുക്രിസ്തു ജനനം എടുത്തു, ഒരു മനുഷ്യനായി ജനനം എടുത്തു. നമ്മൾ ഹീബ്രൂസിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പം അവനും എങ്ങനെയാണ് ജഡരക്തങ്ങളോട് കൂടി കർത്താവ് യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചു. പ്രത്യേകമായി ശ്രദ്ധിക്കുക, അവൻ മനുഷ്യനായി കർത്താവ് യേശുക്രിസ്തു അവതരിച്ചു. പ്രത്യേകമായി ശ്രദ്ധിച്ചോണം, അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. അതാണ് ആസ് എ ഹ്യൂമൻ, അവൻ മനുഷ്യനായി അവതരിച്ചു, അവൻ മനുഷ്യനായി ജനനം എടുത്തു എന്ന് നമുക്ക് വായിക്കുവാനായി സാധിക്കും. അത് ആരിൽ കൂടെ? മറിയയിൽ കൂടെ തന്നെയാണ് അവൻ മനുഷ്യനായി ജനനം എടുത്തത്. എന്നാൽ and he always existed even before he was born through Mary. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഇവൻ അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടിയും ആ കർത്താവ് യേശുക്രിസ്തു ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്, അവൻ ജീവിക്കുന്നുണ്ട്, ഓൾറെഡി ഉണ്ട്. അതാണ് എബ്രഹാമിനോട് ഉള്ള ബന്ധത്തിൽ അവിടെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്, ബിഫോർ എബ്രഹാം വാസ് ഐ ആം എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഹി ഓൾവേസ് എക്സിസ്റ്റഡ് ഈവൻ ബിഫോർ ഹി വാസ് ബോൺ ത്രൂ മേരി. അപ്പോൾ അവൻ ജനനം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഓൾറെഡി ഉണ്ട്, കർത്താവ് യേശുക്രിസ്തു ഓൾറെഡി ഉണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതാണ് ഈ ഭാഗങ്ങളെല്ലാം, നമ്മളിപ്പോൾ വായിച്ച ഭാഗങ്ങളെല്ലാം വായിച്ചത് അതിലേക്കുള്ള ഒരു പോയിന്റിലേക്കായിരുന്നു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ he always existed even before he was born through Mary. പലപ്പോഴും പലർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്, പല വിശ്വാസികളുടെയും ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്, കർത്താവ് യേശുക്രിസ്തു ജനിച്ചത് മേരിയിൽ കൂടെ, പക്ഷെ അതിന്റെ പ്രീ എക്സിസ്റ്റ് അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ അത്രയും ഒന്ന് ഫോക്കസ്ഡ് അല്ല. എപ്പോഴും അത് മാത്രം വിശ്വസിച്ചു പോരുന്ന ഒത്തിരിയും ബിലീവേഴ്സ് ഉണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത്രയും ഒരു ചിന്തകയെ പോകുന്നുള്ളൂ അവർക്കൊക്കെ. പക്ഷെ ശരിക്കും അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് he showed up to meet Abraham in the form of Melchizedek. മെൽക്കിസെദേക്ക് എന്നുള്ള ആ ഒരു രൂപത്തിൽ ആരെ കണ്ടു? എബ്രഹാമിനെ മീറ്റ് ചെയ്തു എന്ന് കാണുന്നു, തന്നെ താൻ വെളിപ്പെടുത്തി എന്ന് കാണുവാനായിട്ട്, എബ്രഹാമിന് വെളിപ്പെടുത്തുന്നതായിട്ട് മെൽക്കിസെദേക്ക് എന്നുള്ള പേരിൽ എബ്രഹാമിന് വെളിപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇൻ ജനറൽ ആയിട്ട് കാണാം. അപ്പൊ ഇന്ന് പലരുടെയും ഒരു ചിന്ത ഇങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെയാണ്, കർത്താവ് യേശുക്രിസ്തു മരിയയിൽ കൂടെ ജനനം എടുത്തു, നമ്മൾക്ക് വേണ്ടി മരിച്ചു, യാഗമായി തീർന്നു, ഒക്കെ ശരി തന്നെ. പക്ഷെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ദൈവം അതിന് മുന്നേ ഉണ്ട്. കാരണം പലപ്പോഴും മനുഷ്യനായി അവതരിച്ചു എന്നുള്ള ഒരു ചിന്തയിൽ ആ സമയം മുതലുള്ളതാണ് പലരുടെയും കൺസെപ്റ്റ് പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവൻ ഓൾറെഡി ഉണ്ട്. അത് തന്നെയാണ് മെൽക്കിസെദേക്കിന് മുതൽ പല അപ്പിയറൻസിൽ നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. ദൂതനല്ല പ്രത്യക്ഷപ്പെട്ടത്. പലരും പറയുന്നത് ദൂതനായ അല്ല, ഒരിക്കലും അല്ല. കാരണം പിതാവായ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. കാരണം ഡെഫിനറ്റ്ലി പിതാവായ ദൈവം ലൈറ്റ് ആണ്, വെളിച്ചമാണ്. അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കാണുവാൻ സാധിക്കില്ല. പക്ഷെങ്കിൽ പുത്രനായ ദൈവത്തെ തീർച്ചയായിട്ടും പല അവസരങ്ങളിലും, നമ്മളിപ്പോ വായിച്ച ജേക്കബിന്റെ വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഭാഗത്താണെങ്കിലും ഇനി ഐസക്കിന്റെ ജീവിതത്തിലാണെങ്കിലും ഇനി ഇപ്പം എബ്രഹാമിന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ദൈവം പ്രത്യക്ഷനാകുന്നതായിട്ട് നമുക്ക് വചനത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗത്ത് മെൽക്കിസെദേക്ക് എന്നുള്ള പേരിൽ കണ്ടത്. അപ്പം ദൈവം ഓൾറെഡി ഉണ്ട്.
നമ്മൾ ഇനീഷ്യൽ സൃഷ്ടിയിൽ മുതലേ നമുക്ക് വായിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വായിച്ചു, അവന് ജീവിതത്തിന് ആരംഭമില്ല. അപ്പൊ തന്നെ നമ്മൾ ഹീബ്രു 7:3 വായിച്ചു, അവൻ ജീവിതത്തിന് ആരംഭമില്ല, ജീവിതത്തിന് അവസാനവുമില്ല. അപ്പം അതിന് വേറൊരു പേരില്ല. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ ഒരു 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 പ്രത്യേകതയാണ് ഈ പറഞ്ഞത്, ഈ ഭാഗത്ത് വായിച്ചത്. ബിഗിനിങ് ഓഫ് ദെയർ ഈസ് ഹാവിംഗ് നെയ്തർ ബിഗിനിങ് ഓഫ് ഡേയ്സ് നോർ എൻഡ് ഓഫ് ലൈഫ്. അപ്പം അങ്ങനെ ഒരു കാര്യവും ജീവിതത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് അവിടെ നാം ഈ 3 പേരും കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രഹാമിന്റെ വിഷയത്തിൽ മെൽക്കിസേദെക്ക് എന്നുള്ള പേരിൽ ആ ഒരു ഫോമിൽ കണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് എന്നാണ് നമ്മൾ വായിച്ച് നമ്മൾ ഇതിലേക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ദ ബൈബിൾ വിൽ ഓൾവേസ് ഗിവ് യു ദ ഡോട്ട്സ് ആൻഡ് വി നീഡ് ടു കണക്ട് ദാറ്റ് ഡോട്ട്സ് ഇൻ ടു എ ലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്. അതായത് വചനം, ദൈവവചനം തീർച്ചയായിട്ടും നമുക്ക് ചില പോയിന്റുകൾ, ചില കുത്തുകൾ തരും. ആ കുത്തുകളെ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു കണക്ട്, അത് കണക്ട് ചെയ്യണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മെൽക്കിസേദെക്ക് എന്നുള്ള പേര് എപ്പോഴും ഞാൻ പൾപ്പൻ വർഷിപ്പിന് കേട്ടിട്ടുണ്ട്. അവൻ എന്നേക്കും ഒരു മഹാപുരോഹിതനാണ്. മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനാണ് എന്ന് യേശുക്രിസ്തുവിനെ കണക്ട് ചെയ്തുകൊണ്ട് പലരും പറയുന്നത് ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അന്ന് മുതലുള്ള ഒരു സ്ട്രൈക്കിംഗ് വേർഡാണ് എന്താണ് മെൽക്കിസേദെക്ക്, എന്തുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു മെൽക്കിസേദെക്കിനെ അതുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡോട്ട്സ് ഞാൻ അതിൽ ഒരു കാര്യം ഞാൻ എന്തായാലും പറയുന്നുണ്ട്, ഇതിന് അവസാനമായിട്ട് പറയാം. അപ്പോൾ ആ ഒരു ഡോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വി നീഡ് ടു കണക്ട് ചെയ്യണം. ആ ഡോട്ടിനെ എന്ത് ചെയ്യണം? അങ്ങനെ പല പല ചിന്തകൾ, തോട്ട്സുകൾ നമുക്ക് ഉണ്ടാകും. അതിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വി നീഡ് ടു കണക്ട് ദ ഡോട്ട്സ് ആൻഡ് ദാറ്റ് ഡോട്ട് ഇൻ ടു എ ലൈൻ. അതൊരു ലൈൻ ആയിട്ട് മാറും വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിലേ പറ്റുള്ളൂ. നമ്മുടെ സ്വന്തം കഴിവോട്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും സാധിക്കത്തില്ല. കാരണം ദൈവവചനത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് തന്നെയാണ്, ദൈവാത്മാവാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ നയിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സബ്മിഷനോടുകൂടി ആയിരിക്കണം നമ്മൾ വചനത്തിന് മുമ്പിൽ ആയിരിക്കേണ്ടത് എന്നുള്ളതൊരു വസ്തുതയാണ്. മറ്റു പലതും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ചിന്തകൾ കൊണ്ടോ ചിലപ്പോൾ മറ്റു പല സിദ്ധാന്തങ്ങളും ചിലപ്പോൾ പറ്റിയെന്നിരിക്കാം. പക്ഷെങ്കിൽ ദൈവവചനത്തിന് മുമ്പ് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഹോളി സ്പിരിറ്റിന്റെ വലിയൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. അതിനായി നമ്മൾ എപ്പോഴും സബ്മിസീവ് ആയിരിക്കണം. അത് മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ഇത് നമ്മൾ ഓർമ്മയിലിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ദെൻ ഇറ്റ് റിയലി മേക്സ് ദ ജേർണി ഈവൻ മോർ എക്സൈറ്റിംഗ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ യാത്ര എന്ന് പറയുന്നത് ഒത്തിരി എക്സൈറ്റിംഗ് ആയിരിക്കും. ഭയങ്കരമായ ഒരു സന്തോഷവും ഉത്സാഹവും ആ യാത്രയിൽ കിട്ടും, ആ ഡോട്ട്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ഒരു ലൈൻ ആകുമ്പോൾ. ഇനി here we can see Abraham met a person Melchizedek. ഒന്ന്, he was king of righteous. രണ്ടാമതായി he was king of peace. മൂന്നാമതായി he was both king and high priest. അവൻ ആദ്യമായി പറയുന്നു he was king of, നീതിയുടെ രാജാവായിരുന്നു. അതുപോലെ തന്നെ അവൻ സമാധാനത്തിന്റെ രാജാവാണ്. അതുപോലെ തന്നെ he was both king and high priest. അവൻ കിങ്ങുമാണ്, അവൻ രാജാവുമാണ്, അതേസമയം തന്നെ മഹാപുരോഹിതനുമായി നമുക്കവിടെ കാണുവാനായി സാധിക്കും. നാലാമത്തേത് he had communion with Abraham. ഇവിടെ അബ്രഹാമുമായി ഒരു കമ്മ്യൂണിയൻ നടക്കുന്നുണ്ട്. ഒരു ബ്രെഡ് ആൻഡ് വൈൻ കൊടുത്ത് അവിടെ ഒരു കമ്മ്യൂണിയൻ നടക്കുന്നതായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിയൻ, കമ്മ്യൂണിയൻ എന്നുള്ള വേർഡ് അവിടെ അബ്രഹാമുമായിട്ട് ചെയ്യുന്നുണ്ട്. ബ്രെഡും വൈനും കൊടുത്ത് അവനെ സ്വീകരിക്കുന്നു, അവൻ അത് കഴിക്കുന്നു. ആ ഭാഗം നമുക്ക് അവിടെയും കാണുവാനായി സാധിക്കും. ഇതാണ് ഇൻ ടോട്ടൽ വാട്ട് ജീസസ് ക്രൈസ്റ്റ് ഡിഡ് ജീസസ് ക്രൈസ്റ്റ് അപ്പിയർ ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് അബൌട്ട് മെൽക്കിസെദെക്ക്. ഇത്രയേ ഉള്ളൂ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.